സീസണിലെ ഏറ്റവും അവസാനത്തെ ഇന്റർനാഷണൽ ബ്രേക്കിൽ വന്ന് നിൽക്കുമ്പോൾ ആരാണ് ഹാപ്പി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലേ? ലിവർപൂൾ ഫാൻസ് 10 തോറ്റു. ഫാൻസിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം. ചെൽസി ഫാൻസ് ഒട്ടും പുറകിലല്ല, 1 പോയിന്റ് പുറകെ ഉണ്ട്. സീസൺ മുഴുവനും ലീഗ് ടേബിൾ ടോപ്പേഴ്സ് ആയ ക്വാഡ്രപ്പിൾ ഹോപ്പ്ഫുൾസ് ആയ ആർസണൽ ഇന്നലെ ഫൈനൽ തോറ്റത് കൂടി അവരും എന്താ ദുഃഖത്തിൽ ആഴ്ന്ന ഫാൻ ബേസ്. സ്പേഴ്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖം എന്ന് പറഞ്ഞ പോരാ, അവിടെ കുറച്ചും കൂടി കഠിനമായ വാക്കുകൾ വേണ്ടി വരും. വിഷാദത്തിന്റെ മുനമ്പിൽ നിൽക്കുകയാണ് സ്പേഴ്സ്. എനിക്ക് തോന്നുന്നു മാർച്ച് 23, 2026 സീസൺ തീരാൻ 2 മാസം ബാക്കി നിൽക്കുമ്പോ ഹാപ്പി എന്ന് പറയുന്ന ഒരു ഫാൻ ബേസ് ഇപ്പോ ആർസണൽ ഷുവർലി ബിക്കോസ് ഓഫ് ദിയർ ലീഗ് പൊസിഷൻ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിരിക്കും. സിറ്റി ഫാൻസിന്റെ ഉള്ളിൽ, ആർസണൽ ഫാൻസിന്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു 1 മാച്ച് സ്വിംഗ് ആ ശരിക്കും. 9 പോയിന്റ്സ് ആണെങ്കിലും സിറ്റിയുടെ ഒരു മാച്ച് ഇൻ ഹാൻഡും ആർസണൽ വേഴ്സസ് സിറ്റി ജയിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് 5 മാച്ചസിൽ 1 ഗെയിം സ്വിംഗ് എന്നൊക്കെ പറയാം. ഈ ടൈറ്റിൽ ചാലഞ്ച് അനലിസ്റ്റുകൾ പറയുന്ന പോലെ പറയുകയാണെങ്കിൽ. അതുകൊണ്ട് ഇപ്പോ നോക്കുമ്പോ സിറ്റി will feel like they have nothing to lose. യുണൈറ്റഡ് have nothing to lose. ആ 2 ഫാൻ ബേസുകൾ മാഞ്ചസ്റ്റർ ഹാപ്പി ആയിരിക്കും. ബ്രൈറ്റൺ നമ്മള് ഒരുപാട് പ്രതീക്ഷകളും ഏർലി കിക്ക് ഓഫിനെ കുറിച്ചും കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ നമ്മള് എല്ലാരും തന്നെ പറഞ്ഞിരുന്നു ആർ വി ബാക്ക് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടുന്നത് ബ്രൈറ്റണിലായിരിക്കും എന്നാണ്. 55 മിനിറ്റ് വരെ വലിയ മോശമില്ലാണ്ട് നമ്മൾ കളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അത് പറയാൻ പറ്റുന്നത് 55 ശേഷം അതിലും ദയനീയമായി കളിച്ചതുകൊണ്ട്. അപ്പോ എനർജി ഇല്ല, പ്ലേയേഴ്സ് ഇല്ല. ഇപ്പൊ നോക്കുമ്പോ ഇന്ന് എന്താ പറയാ, ഇരുന്നിരുന്ന് പരിക്കായിട്ടിരിക്കുകയാണ്. മുട്ടില് എന്താണ് റസ്റ്റ് വന്നതാ ഇരുന്നിട്ട്. അപ്പോ ഇതേ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോ സുദീപിനോട് എനിക്ക് ചോദിക്കാറുള്ളത്, എന്താണ് ഇതിന്റെ ഒരു പോസിറ്റീവ് സ്പിൻ? ഇതിനെ ഞാൻ പോസിറ്റീവ് സ്പിൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവരും സുദീപും സ്ലോട്ടും തമ്മിൽ മത്സരമാണ്. ഓ നീ അത് ഡിഫെൻഡ് ചെയ്തല്ലേ, അപ്പൊ നീ ഇത് ഡിഫെൻഡ് ചെയ്ത് കാണട്ടെ. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അതായത് ചാമ്പ്യൻസ് ലീഗിൽ നമ്മൾ ഇപ്പോഴും ഉണ്ട്, FA കപ്പിൽ നമ്മൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു പറയാനുള്ളത്, പ്രീമിയർ ലീഗിൽ 3rd സ്പോട്ട് ഇപ്പൊ ഒരു ചെറിയ സംശയത്തില്, പക്ഷെ 4th നമുക്ക് വേണമെങ്കിൽ കിട്ടാം. അങ്ങനെയാണ് അപ്പോഴും ചാമ്പ്യൻസ് ലീഗിലേക്ക് നമുക്ക് കയറാൻ പറ്റുന്ന അതിലുണ്ട്. ഞാൻ 3rd എന്ന് പറയുന്നില്ല, 3rd ഞാൻ മാച്ച് കളഞ്ഞു. 4th യുണൈറ്റഡ് ഡ്രോ ആയി, വില്ലേജ് ജയിച്ചൂലോ. നോക്കട്ടെ, എന്തായാലും ഞാൻ തൽക്കാലം എല്ലാവരും ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ 4th എന്നേ പറയുള്ളൂ തൽക്കാലം. അടുത്ത ആഴ്ച വേണമെങ്കിൽ മാറ്റി പറയാം. അടുത്ത ആഴ്ചയല്ല, ഇനിയിപ്പോ 20 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ കളി കിട്ടൂല്ലേ പ്രീമിയർ ലീഗില്, അങ്ങനെ പറയാം. പിന്നെ എനിക്ക് തോന്നിയത്, നമ്മൾ ഈ പറഞ്ഞ പോലെ ചാമ്പ്യൻസ് ലീഗില് അത് നമുക്ക് ജയിക്കാൻ പറ്റുന്നുള്ളൊരു പ്രതീക്ഷ, അല്ലെങ്കിൽ പ്ലേയേഴ്സിന് ആ കോമ്പറ്റീഷനിലെ നമുക്ക് ഇനി ചാൻസ് ഉള്ളൂ. പ്രീമിയർ ലീഗ് ജയിക്കാൻ പറ്റില്ലല്ലോ, ചാമ്പ്യൻസ് ആവാൻ പറ്റില്ല. അപ്പൊ ഏകദേശം പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ആവാൻ പറ്റില്ല, മാത്തമാറ്റിക്കലി ഇപ്പൊ ഔട്ടായെന്ന് നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞു. അതുകൊണ്ടല്ല, ഞാൻ പ്ലേയേഴ്സിന്റെ മെന്റാലിറ്റി ഞാൻ പറയണേ. പ്ലേയേഴ്സിന് പക്ഷെ ചാമ്പ്യൻസ് ലീഗ് ഒരു പോസിബിലിറ്റിയാണ്. അത് കാരണം അതിനുവേണ്ടി അവര് ഫൈറ്റ് ചെയ്ത്, അതാണ് നമ്മൾ കണ്ടത് ചാമ്പ്യൻസ് ലീഗ് മാച്ചിൽ. അത്രയും
ഫുൾ ഇന്റൻസിറ്റി എടുത്ത് ഫുൾ കമ്മിറ്റ്മെന്റ് എല്ലാം ഉണ്ടായിരുന്നു ആ മാച്ചിൽ. പക്ഷെ പ്രീമിയർ ലീഗില് ഇപ്പൊ ആ ഒരു അത്രയും ഇത് കണ്ടില്ല, കമ്മിറ്റ്മെന്റ് ആ ചാമ്പ്യൻസ് ലീഗിലെ പോലെ. അതിന്റെ റീസൺ എന്തായാലും ചാമ്പ്യൻസ് ലീഗ് പ്ലേസിൽ എത്തിയാൽ മതി എന്നുള്ളൊരു തോന്നൽ, ആ ഒരു മെന്റാലിറ്റിയിൽ വന്ന് കിടക്കുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യാം. മറ്റ് രണ്ട് കോമ്പറ്റീഷനിലും നമ്മള് പ്ലേയേഴ്സിന്റെ ഇതൊക്കെ മാറ്റായിരിക്കും അവര് നന്നായിട്ട്. പക്ഷെ ഇതിൽ ഏറ്റവും പ്രശ്നം പറ്റിയത് അതൊന്നല്ല, അതുണ്ട്, അതൊരു കാര്യം. രണ്ടാമത് ആ എക്കിറ്റിക്കയുടെ ഇഞ്ചുറി തുടക്കം തന്നെ വന്നതാണ് പറ്റിയത്. ആ പ്ലാൻ മുഴുവൻ, കാരണം നമ്മള് 2 ഫോർവേഡ് വെച്ചിട്ടുള്ള ഫോർമേഷൻ കളിക്കുന്നു, അതില് സല ഓൾറെഡി ഔട്ട്. അപ്പോ സല ഇല്ലാണ്ടാണ് ആ 2 ഫോർമേഷനിലേക്ക് വന്നത്. അപ്പൊ അതൊരു പ്ലസ് പോയിന്റ് അല്ലായിരുന്നു 2 ആഴ്ച മുന്നേ വരെ. അതെ, അല്ലെന്ന് ഈ സല ഇഞ്ചറി ആയല്ലോ. സല വിങ്ങിൽ കളിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം. ഫോർവേഡ് കളിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ FPL ഒക്കെ എടുത്തതാ സല. അപ്പോ അത് നിങ്ങൾ ആരും എടുത്തിട്ടില്ലല്ലോ, ഇത് കാണുന്ന പലരും എടുത്തിട്ടില്ല FPL സല. പക്ഷെ ഞാൻ എടുത്തു. ഇതാണ് അതിന്റെ റീസണിങ് ആയിരുന്നു. കാരണം സല ഫോർവേഡ് പൊസിഷൻ നന്നായിട്ട് കളിക്കുന്ന ഫീൽ ചെയ്തു. അതുപോലെ എക്കിറ്റിക്ക് വളരെ പെട്ടെന്ന് തന്നെ 11 മിനിറ്റ് അല്ലെ, അത് 7 മിനിറ്റോ 11 മിനിറ്റ് അത്രേ കളിച്ചുള്ളൂ. ആൾക്കും അപ്പൊ ഈ ഫോർമേഷൻ ഇത് വെച്ച് ട്രെയിനിങ് ഇതൊക്കെ ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മുടെ പ്രശ്നം. ഈ സ്ക്വാഡിന് ഡെപ്ത് ഇല്ലാത്ത കാരണം ആ പ്ലെയർ പോയി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, അടുത്ത ഫോർമേഷനിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരികയാണ്. അതാണ് ഒരു കാര്യം പറ്റിയത്. പക്ഷെ ഇനിയിപ്പോ നമുക്ക് അത് പറയുകയാണെങ്കിൽ 19 ദിവസം ഗ്യാപ്പ് ഉണ്ട്, ഒരു 20 ദിവസത്തിന്റെ അടുത്ത് ഗ്യാപ്പാണ്. ആ ഗ്യാപ്പില് ഇസാക്ക് തിരിച്ചു വരുന്നു, അതുപോലെ എക്കിറ്റിക്ക് ഡെഡ് ലെഗ് ആയിരുന്നു, അപ്പൊ തന്നെ ബെഞ്ചിൽ വന്നിരുന്നായിരുന്നു. എക്കിറ്റിക്കയും തിരിച്ചു വരും, സലയും തിരിച്ചു വരും എന്ന് പ്രതീക്ഷ. അപ്പൊ നമ്മുടെ ഫോർവേഡ്സ് 3 പ്ലേയേഴ്സായി 2 പൊസിഷനിലേക്ക് ഫില്ല്. അപ്പൊ നമ്മൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഇത് കഴിഞ്ഞാൽ ബ്രേക്ക് കഴിഞ്ഞാൽ വരും. അപ്പൊ നമുക്ക് ഈ ഇന്റർനാഷണൽ ബ്രേക്ക് ഏറ്റവും നല്ലൊരു സമയത്താണ് വന്നതെന്നുള്ളതാണ് നമ്മുടെ ഒരു പോസിറ്റീവായിട്ട് പറയാനുള്ള ഒരു കാര്യം. ഈ സീസണിൽ എപ്പോ ഇന്റർനാഷണൽ ബ്രേക്ക് വന്നാലും അതൊരു നല്ല സമയമായിരിക്കും. അല്ല, ഇത് കുറച്ചുകൂടി നല്ലതാണ്. കാരണം മറ്റേതൊക്കെ ഒരു 2 ആഴ്ച കഷ്ടിയൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് അങ്ങനെയല്ല, 3 ആഴ്ച സമയം നമുക്ക് ബ്രേക്ക്. പ്രീമിയർ കപ്പും ചാമ്പ്യൻസ് ലീഗും വരുന്നുണ്ട്. അത് വരുന്നുണ്ട്. അത് നമ്മുടെ പ്ലേയേഴ്സ് വേറെ ആയിരിക്കും മെന്റാലിറ്റി. അത് നമുക്ക് യാതൊരു പ്രശ്നമില്ല. പ്രീമിയർ ലീഗിന്റെ പോലെ അത് അല്ല, അത് നമ്മൾ ജയിക്കുന്നത് കാരണം പ്ലേയേഴ്സിന് അറിയാം അതാണ് നമുക്കുള്ള ഒരു ചാൻസ്, ഒരു സിൽവർ വെയറിനുള്ള ചാൻസ് അതാണ്. അത് കാരണം അതില് എന്തായാലും നന്നായിട്ട് പെർഫോം ചെയ്യും, അത് യാതൊരു സംശയമില്ല കാര്യം. അതാണ് മാച്ചിനെ കുറിച്ച് ഓബിൻ ഓവറോൾ അല്ലാണ്ട് എനി പോസിറ്റീവ്സ് ഓർ എനി അലാർമിംഗ് തിങ്സ്? ബിക്കോസ് നമ്മളിപ്പോ ഇനി സംസാരിക്കുന്നത് ഇനിയിപ്പോ 2 ആഴ്ച മാച്ചസ് ഇല്ല. ഇനിയിപ്പോ നമ്മൾ അടുത്ത തവണ കളത്തിലിറങ്ങുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയോടും PSG-യോടുമാണ്. അപ്പോ ടാക്ടിക്കലി അല്ലെങ്കിൽ വാട്ട് ഡിഡ് യു സീ? സോ തുടക്കത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഗാല ഗെയിം കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ തന്നെ പറഞ്ഞിരുന്നു, ഇവർ അത്രയും കഷ്ടപ്പെട്ടു കൂടി, അത്രയും ഇന്റന്റ് ഉണ്ടായിരുന്നു അവർക്ക് എങ്ങനെയും കളി ജയിക്കണം എന്നൊക്കെ. അപ്പൊ തന്നെ നമ്മൾ ചോദിച്ച ചോദ്യമാണ്, ഇതേ പ്ലേയേഴ്സിന് 3 ദിവസം കഴിഞ്ഞ് കളിക്കാൻ പറ്റുമോ? റോബർട്ട്സൺ അല്ലെങ്കിൽ ഗോമസ് അല്ലെങ്കിൽ അങ്ങനത്തെ ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക, ജോൺസ് സ്റ്റാർട്ട് ചെയ്യുമോ? ആരും സ്റ്റാർട്ട് ചെയ്തില്ല. ഈ ഓടി കിതച്ച് നിൽക്കുന്ന മനുഷ്യന്മാര് വീണ്ടും കളിക്കുന്നു. അത് കാണാനുണ്ടായിരുന്നു. ഫ്രിംപോങ്ങിന് മിനിറ്റിന്റെ അടുത്തേക്ക് ഓടിയെത്തുന്നില്ല. മിനിറ്റ് ഡിഫെൻസീവിൽ വന്ന് ബോൾ എടുത്താലും ഒഫൻസീവിൽ പോയാലും ഫ്രിംപോങ്ങിന് എത്തുന്നില്ല. പല സമയത്തും സൊബോസ്ലായി അല്ലെങ്കിൽ കൊനാറ്റെ കവർ ചെയ്യണം. അതേപോലെ തന്നെയാണ് അപ്പുറത്ത് കേർക്കസ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ആകെക്കൂടെ സ്ക്വാഡ് എന്ന് പറയാനുള്ളത് ഈ 2 പൊസിഷനിലാണ്. ഗോമസ് ക്യാൻ സ്റ്റാർട്ട് ഇൻ റൈറ്റ് ബാക്ക്, റോബർട്ട്സൺ ക്യാൻ സ്റ്റാർട്ട് ഇൻ ലെഫ്റ്റ് ബാക്ക്. അത് 2 പോലും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഗോസ് ടു മാനേജർ. അത് ഈഗോ ആവാം, ട്രസ്റ്റ് ഇല്ലായ്മയാവാം, എന്തേലും ആയിക്കോട്ടെ. പക്ഷെ ഒരു സീസൺ കഴിയാൻ 8-9 കളി ബാക്കിയുണ്ട്. 7 BL-ലും ഒരു FA കപ്പും ഒരു 2 CL, ഓക്കെ 10 കളി ബാക്കിയുണ്ട്. ഇപ്പോഴും ഈ ഞാൻ എടുക്കുന്ന 11 പ്ലേയേഴ്സ് മേ ബി ഒരു ഗ്യാപ്പ് 12, ഇതിന്റെ അപ്പുറത്തേക്ക് ഞാൻ ഒരാളെ ഉപയോഗിക്കില്ല എന്ന് വാശി പിടിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൺ സ്ലോട്ട്.
ഫസ്റ്റ് ഹാഫ് ഓഫ് ദ സീസൺ ജോൺസ് കളിക്കുന്നുണ്ടായിരുന്നു. ജോൺസ് പല ഗെയിമിലും സ്റ്റാർട്ട് ചെയ്തിരുന്നു. മെക്കാലിസ്റ്റർ കളിച്ചിട്ടുണ്ട്, കൂട്ടി ചിലപ്പോൾ കളിച്ചിട്ടുണ്ടാവുമായിരിക്കും. ആ ജോൺസ് എങ്ങനെ പെട്ടെന്ന് സെക്കൻഡ് ഹാഫിൽ എവിടെയില്ലാണ്ടായി? റോബർട്ട്സൺ സീനിയർ പ്ലെയർ അല്ലേ? എന്തുകൊണ്ട് കേക്കേഴ്സിന് വയ്യാതെ നിൽക്കുമ്പോൾ റോബർട്ട്സൺ കളിക്കുന്നു? ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറഞ്ഞ സാധനമുണ്ട്, ജയിച്ച കളിയിലെ ടീം മാറ്റാൻ താല്പര്യമില്ല എന്നുള്ള ഒരു. യു നീഡ് ടു നോ യുവർ പ്ലേയേഴ്സ്. ഈ പ്ലേയേഴ്സിന് ഓടാൻ പോയിട്ട് നടക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ വൈ പ്ലേ ദം? കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഡെഡ് ലെഗ് എപ്പോൾ വേണേലും വരാം. പക്ഷെ ഈ സാധനം വരാനുള്ള മേജർ റീസൺ എന്താണ്? ഫെറ്റീഗ് അല്ലേ? ആക്ച്വലി നല്ലൊരു പോയിന്റാ. കാരണം മിഡ് വീക്ക് ചാമ്പ്യൻസ് ലീഗിൽ കളിച്ച ന്യൂകാസിൽ ലോസ്റ്റ്, സ്പേഴ്സ് ലോസ്റ്റ്, ചെൽസി ലോസ്റ്റ്. ചെൽസി വാസ് നോട്ട് ദയർ ഇൻ ദ സെക്കൻഡ് ഹാഫ്. ചെൽസിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഓൾസോ ആകെ ജയിച്ച ടീം ആസ്റ്റൺ വില്ലയാണ്, യൂറോപ്പ ലീഗ് കളിച്ച ആസ്റ്റൺ വില്ലയാണ്. പിന്നെ ഒബ്വിയസ്ലി മാഞ്ചസ്റ്റർ സിറ്റി, ബിക്കോസ് ബട്ട് ദേ പ്ലേഡ് എ ടീം ഹു ഓൾസോ പ്ലേഡ് ഇൻ യൂറോപ്പ് മിഡ് വീക്ക് അല്ലേ. അപ്പോൾ even Arsenal, you could say they were not fully there. Eze got injured, Saka. So you are right. അതായത് മിഡ് വീക്കിൽ കളിച്ച പ്ലേയേഴ്സിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ദെൻ അവിടെ ഒരു സീരിയസ് പ്രോബ്ലം ഉണ്ട്. സ്ലോട്ട് ഇപ്പൊ പറയുന്നു എനിക്ക് കേർട്ടിസിന് വിശ്വാസമില്ല, എൻഡോന് വിശ്വാസമില്ല, നമ്മുടെ വേറെ റോബോ വിശ്വാസമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരേ ടീമിനെ വെച്ചിട്ട് 11 മാച്ചും ഇനിയുള്ള 10 കളി കളിക്കാറ് നടക്കുന്ന കേസല്ല അത്. ഹൂ ഈസ് ഹി ട്രൈങ് ടു പ്രൂവ് എ പോയിന്റ് അഗെയിൻ? എന്റെ ഒരു കാഴ്ചപ്പാട് ദാറ്റ് ഹി ഈസ് ട്രൈങ് ടു പ്രൂവ് എ പോയിന്റ് അഗെയിൻസ്റ്റ് ഹ്യൂസ് ആൻഡ് എഡ്വേർഡ്സ് ആയിരിക്കില്ലേ. കാരണം നിങ്ങൾ എനിക്ക് തന്ന പ്ലേയേഴ്സിനെ ഞാൻ കളിപ്പിക്കൂല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ വെച്ചത് എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. അത് നഷ്ടം വരുന്നത്. End of the day, Liverpool as a football club is losing it. അതെ. പിന്നെ നോട്ട് ജസ്റ്റ് ഫെറ്റീഗ് ഒഴിവാക്കിയാൽ തന്നെ മാമ കോൺഫിഡൻസ് ഇഷ്യൂ അല്ല, ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഹി ഈസ് സ്കേർഡ്. ഒരു അടി മുന്നോട്ട് വെക്കൂല. എന്താ പറയാ, ഗോൾ ലൈനിന്റെ ഒരു അടി മുന്നോട്ട് വെക്കുന്നില്ല. ഏതോ ഒരു പാസിന്റെ, ഐ ബിലീവ് ഇറ്റ് വാസ് കേർക്കേഴ്സ് അല്ലെങ്കിൽ കേർക്കേഴ്സ് ആണെന്ന് തോന്നുന്നു, ഒരു ബാക്ക് പാസ് കൊടുത്ത് ഹി ടുക്ക് ദ ടച്ച് ഫ്രം ദ ഗോൾ ലൈൻ. അബ്സല്യൂട്ട് ലൈനിൽ നിന്നിട്ടാണ് ടച്ച് എടുക്കുന്നത്, ബാക്ക് പാസ് റിസീവ് ചെയ്യുന്നത്. ദ വെരി ബേസിക് തിങ് ഓഫ് എ ഗോൾ കീപ്പർ എന്ന് പറയുന്നത് ബാക്ക് പാസ് കൊടുക്കുകയാണെങ്കിൽ യു ഷുഡ് സ്റ്റേ ഔട്ട്സൈഡ് ദ ഗോൾ പോസ്റ്റ്. പോസ്റ്റിന്റെ അപ്പുറത്തോ പോസ്റ്റിന്റെ ഇപ്പുറത്തോ നിൽക്കുക, എല്ലാം തന്നെ കുറച്ചും കൂടി മുന്നോട്ട് നിൽക്കുക, പെനാൽറ്റി ബോക്സിന്റെ അടുത്തേക്ക് നിൽക്കുക, ടേക്ക് എ ടച്ച് അവിടുന്ന്. എന്നിട്ട് എന്തെങ്കിലും കേസ് മിസ്ഹാപ്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ റിക്കവർ എന്നുള്ളത് മാമ ചെയ്യുന്നില്ല. ഹി സ്റ്റിൽ സ്റ്റാൻഡിങ് ജസ്റ്റ് ഓൺ ദ ലൈൻ. അറ്റാക്ക് ചെയ്യുമ്പോൾ പോലെ ഡിഫെൻഡ് ചെയ്യുമ്പോൾ ചെയ്യാനുള്ള കാരണം അതായിരിക്കും. ഐ തിങ്ക് വിൽ ബി ലുക്കിംഗ് ഫോർ അനദർ ഗോൾ കീപ്പർ. ഹി ഈസ് എ വെരി ഗുഡ് ഷോട്ട് സ്റ്റോപ്പർ. പക്ഷേ ഇന്നത്തെ രീതിയിലുള്ള ഒരു കംപ്ലീറ്റ് ഗോൾ കീപ്പർ എന്ന് അല്ലെങ്കിൽ അഡീഷണൽ കാര്യങ്ങൾ ഇല്ല. ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുള്ളത്, ഈ പ്രശ്നം ഗോൾ കീപ്പറിന്റെ പ്രശ്നമേ, ഇതിപ്പോ ആലിസൺ ആയാലും മാമ ആയാലും രണ്ടുപേരുടെയും ഡിഫൻഡേഴ്സും തമ്മിൽ ഭയങ്കര ഒരു മിസ്മാച്ച് വരുന്നുണ്ട് പലപ്പോഴും. ഈ മിസ്മാച്ച് എന്ന് പറഞ്ഞാൽ ഈ പാസ് ഇടുന്ന, ബാക്ക് പാസ് ഇടുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഇപ്പോ കേർട്ടിസ് ചെയ്തിട്ടുണ്ട്. പലരും ബാക്ക് പാസുകൾ അങ്ങനെയുള്ള സമയത്ത് ചെയ്യുന്നുണ്ട്. അവിടെ വെച്ച് ബിൽഡപ്പ് ചെയ്യാനുള്ള ഒരു ശ്രമം, അത് ഫെയിൽ ആവുന്നത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഒപ്പോണൻസിന് പന്ത് കിട്ടുന്ന പ്രശ്നം വരുന്നത് അത് കഴിഞ്ഞിട്ടാണ്. പിന്നെ പലപ്പോഴും കാണുന്നത് നമ്മൾ ചില സമയത്ത് വളരെ കാമായിട്ട് നല്ല സ്പേസ് ഉള്ള സമയത്ത് VVD ഒക്കെ ചിലപ്പോൾ ബാക്ക് പാസ് ചെയ്താൽ മതി, പന്ത് കീപ്പ് ചെയ്യാൻ അത് ശ്രമിക്കാതെ പന്ത് അടിച്ചു കളയുന്ന കാണാം. അപ്പോൾ അപ്പൊ നമ്മുടെ കയ്യിൽ പന്ത് കിട്ടുന്നില്ല, വീണ്ടും അവർക്ക് ഓപ്പോണൻസ്. അപ്പൊ എങ്ങനെയായാലും ഈ ട്രസ്റ്റിന്റെ ഒരു പ്രശ്നമാണോ എന്ന് സംശയം വരും. ട്രസ്റ്റിന്റെ പ്രശ്നം വരുന്നത്, സുദീപിന്റെ പോയിന്റ് കംപ്ലീറ്റ്ലി കറക്റ്റ് ആണ്. ഒരു സ്റ്റേബിൾ ബാക്ക് ലൈൻ ഇല്ലാത്തതുകൊണ്ടാണ് അവര് കളിച്ച്. ഈ സീസണിലെ നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് കൊണാട്ടെ റൈറ്റ് ബാക്ക് ചാനലാണ്. കൊണാട്ടെ റൈറ്റ് ബാക്ക് ചാനൽ വർക്ക്, അവിടെ എന്നും കൺഫ്യൂഷനാണ്. ആ കൺഫ്യൂഷൻ വരുമ്പോൾ യു ക്യാൻ സീ ദാറ്റ് മോസ്റ്റ് ഓഫ് ദ ടൈം വാൻ ഡൈക്ക്
ഗോസ് ടു ഒരു പ്രോബ്ലം സോൾവർ പോലെ അങ്ങോട്ടേക്ക് പോകുന്നു. അതോടുകൂടി നമ്മുടെ ബാക്ക് ലൈൻ മൊത്തം അൺസ്റ്റേബിൾ ആയി. സോ നമുക്ക് ഒന്നാമത് ഈ റൈറ്റ് ബാക്കിൽ ട്രെൻഡ് വാസ് എ ഫീച്ചർ പ്ലെയർ, ഹി യൂസ് ടു പ്ലേ എവറി ഗെയിം. സോ ട്രെൻഡിന്റെ ഡെഫിഷ്യൻസീസ് കൊണാട്ടയ്ക്ക് അറിയായിരുന്നു. സോ കൊണാട്ടെ യൂസ് ടു കവർ ഫോർ ട്രെൻഡ് ആൻഡ് കൊണാട്ടെ യൂസ് ടു ലുക്ക് റിയലി ഗുഡ്. പക്ഷെ അവിടെ കളിക്കുന്ന പ്ലെയർ ഇപ്പം ബ്രാഡ്ലി കുറച്ചേരം കളിച്ചു, ഫ്രിംപോങ് കളിച്ചു, സൊബോസ്ലൈ കളിച്ചു, കേർട്ടിസ്, ഓരോ മാച്ചും പകുതി വേറെ വേറെ ആളാണ്. സോ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ സീസൺ കൊണാട്ടെ ഭയങ്കര എക്സ്പോസ്ഡ് ആണ്. ബിക്കോസ് കൊണാട്ടെ ഡസന്റ് ട്രസ്റ്റ് ഹിസ് റൈറ്റ് ബാക്ക്, ദ റൈറ്റ് ബാക്ക് ഡസന്റ് ട്രസ്റ്റ് കൊണാട്ടെ, ആൻഡ് ദെൻ ദ ഗോൾ കീപ്പർ, ഈ പറഞ്ഞ പോലെ സുധീർ പറഞ്ഞ പോലെ ഗോൾ കീപ്പറിനും കൊണാട്ടെനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു. കഴിഞ്ഞ മാച്ചിൽ കുറെ അങ്ങനത്തെ വിസിബിൾ കൺഫ്യൂഷൻ കാണാൻ പറ്റി. അങ്ങനെ കൊണാട്ടേനെ ട്രസ്റ്റ് ചെയ്യാത്തപ്പോൾ വാൻഡൈക്കും കർക്കസും അങ്ങോട്ടേക്ക് അട്രാക്ട് ആവുന്നു. അതുകൊണ്ടാണ് എപ്പോഴും സെക്കൻഡ് പോസ്റ്റിൽ കഴിഞ്ഞ മാച്ചും വെൽബെക്ക് അടിച്ചതും അവിടെ ഒരു ലോബ്ഡ് പാസ് വന്നു. അപ്പൊ ബേസിക്കലി നമ്മുടെ ബാക്ക് ലൈനിലെ സ്ട്രക്ചർ കംപ്ലീറ്റ് പോയിരിക്കുകയാണ്. അത് സ്റ്റേബിലൈസ് ആവാണ്ട് ഐ ഡോണ്ട് തിങ്ക് ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടെന്ന് തോന്നുന്നു. വി നീഡ് ടു സൈൻ എ റൈറ്റ് ബാക്ക്. ഫ്രിംപോങ്ങിന്റെ കൂടെ ബ്രാഡ്ലി എന്തായാലും അടുത്ത സീസൺ ഡിസംബറിലേ ഉള്ളൂ. സോ ഈസ് എ ഇയർ ഔട്ട് ആണ്. അപ്പോ ഇങ്ങനെ കേർട്ടിസിനെയും സൊബോസ്ലൈനും അടുത്ത കൊല്ലം കൂടെ ഇങ്ങനെ കളിപ്പിച്ച നമ്മുടെ പരിപാടി ശരിയാവൂല. കുറെ പ്രശ്നങ്ങളുണ്ട്. ഐ ക്യാൻ എംപത്തൈസ് വിത്ത് സ്ലോട്ട് a lot, but he's also a part of it. അതെ, ഡിഫൻസിലും ആ ഫോർവേഡ് പൊസിഷനിൽ ആ ലോങ് ടേം ഇഞ്ചറി ആണ് ഭയങ്കരമായിട്ട്. ഇപ്പോ ലിയോണിയുടെയും ഇസാക്കിന്റെയും അവർ രണ്ടുപേരും ഉണ്ടായിരുന്നെങ്കിൽ കുറെ പ്രശ്നങ്ങൾ സോൾവ് ആയി പോയത്. ഇസാക്ക് ഉണ്ടെങ്കിൽ ലിയോണി എഗ്രി, ഇസാക്ക് ഉണ്ടെങ്കിൽ ഫിറ്റ് ഇസാക്ക്, ഓക്കെ, നമ്മുടെ ആദ്യം കളിച്ച ഇസാക്ക് അല്ല, ഒരു ഹാഫ് ഫിറ്റ് ഇസാക്ക് could have got that goal, no? അപ്പൊ നമ്മൾ എക്കിറ്റിക്കെ പോയപ്പോ കണ്ടില്ലേ, എക്കിറ്റിക്കെ ഇത് 21-year-old 22-year-old ബോയ്. പുള്ളിനെ കൊണ്ട് ലിവർപൂൾ എന്ന ക്ലബിന്റെ മൊത്തം പ്രഷറും കൂടി നമ്പർ 9 പ്രഷർ ഒരു സീസൺ മൊത്തം എടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ക്വൈറ്റ് ഇംപോസിബിൾ. ആ സമയത്തായിരുന്നു സല സ്റ്റെപ്പ് അപ്പ് ചെയ്യേണ്ട ഒരു സമയമായിരുന്നു. ആ ഒരു ലീഡറായിട്ട് ഗോളുകള് നമ്മള് ഒരുപാട് നല്ല പൊസിഷനിൽ സല എത്തുന്നത് കണ്ടായിരുന്നു. ഷൂട്ടിങ്ങിന് ഭയങ്കര പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അവിടെയും ഈ സലയുടെയും റൈറ്റ് സൈഡിലെ പ്രശ്നമാണ്. സലയുടെ ബാക്കിൽ ട്രെൻഡ് ഉണ്ടായിരുന്നു. ആയിക്കോട്ടെ, അത് വേറെ. പക്ഷെ ബോക്സിൽ ഉള്ള പൊസിഷനിൽ വരുമ്പോ ഷൂട്ട് ചെയ്യുന്നത് അത് വേറെ ഇതിന്റെ ട്രെൻഡിന്റെ പ്രശ്നമല്ലല്ലോ. അല്ല, ആ ഒരു റിതം, ആ ഒരു പാസ് റിസീവ് ചെയ്യുന്ന സ്ഥലം മൊത്തം സ്ട്രക്ചർ പോയല്ലോ. അപ്പുറത്ത് ഒന്നാമത് ബോക്സിന്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്യുന്ന പൊസിഷനിൽ ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ഫിനിഷിങ്ങിന്റെ പ്രശ്നം വരുന്നുണ്ടായിരുന്നു. കോൺഫിഡൻസിന്റെ മേലുള്ളതല്ലേ, ഒരു സെറ്റ് ഓഫ് കോൺഫിഡൻസ് പറഞ്ഞ ആ സമയത്ത് സ്റ്റെപ്പ് ചെയ്യേണ്ട പ്ലെയർ ആയിരുന്നു എന്ന് പറഞ്ഞതാ. ഈ ഡാർവിൻ നൂനെസും ലാസ്റ്റ് സീസണിൽ ഡാർവിൻ നൂനെസും നമ്മുടെ ഡിയാസും നമ്പർ 9 ജോട്ടൻ അവനെ കളിക്കുമ്പോൾ they also used to draw a lot of midfield defenders. So സലയ്ക്ക് ഒരു സ്പേസ് കിട്ടലുണ്ടായിരുന്നു. ഈ സീസണിൽ അതില്ല, പ്യുവർലി ബിക്കോസ് എക്കിറ്റിക്കെ സ്റ്റാർട്ട്സ് ഫ്രം ദ ലെഫ്റ്റ്. സോ എക്കിറ്റിക്കയുടെ എന്താ പറയാ ആക്ടിവിറ്റി ലെഫ്റ്റ് സൈഡിലുള്ള എന്താ ബോക്സിൽ ആ ഒരു സൈഡിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഗാക്പോ ഗെറ്റ്സ് എ ലോട്ട് ഓഫ് ചാൻസസ്. കാരണം ഗാക്പോ ക്യാൻ കട്ട് ഇൻസൈഡ് വെൻ എക്കിറ്റിക്ക് മൊത്തം പ്രശ്നമാണ്. സർക്യൂട്ട് അടിച്ചു പോയ പോലെയാണ്. ഒരെണ്ണം തെറ്റിപ്പോയതുകൊണ്ട് എല്ലാം കംപ്ലീറ്റ് അങ്ങ് പോയാണ്. ആൻഡ് വാട്ട് വി ഡിഡ്, നമ്മുടെ മിസ്റ്റേക്ക് ഇസ് ദാറ്റ് വി സൈൻഡ് പ്ലേയേഴ്സ് ടു പ്ലേ എ സർട്ടൻ വേ ആൻഡ് വി ഡിസൈഡഡ് നോട്ട് ടു പ്ലേ ദാറ്റ് സർട്ടൻ വേ വെൻ വി സ്റ്റാർട്ടഡ് ലൂസിങ് ഗെയിംസ്. അവിടുന്ന് അങ്ങോട്ട് ബോറിംഗ് സേഫ് ഫുട്ബോൾ കളിക്കാൻ തുടങ്ങി. സേഫ് കളിച്ച് all the players went into the shell, and once you go in, ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റ് കാണുന്നവർക്ക് അറിയാം, മുട്ടി തുടങ്ങിയാൽ പിന്നെ മുട്ടലേ ഉള്ളൂ. പിന്നെ യു കാൻ പ്ലേ ഫ്രീ ഫ്ലോയിങ് ഓൾ ഓഫ് എ സഡൻ. ഇന്ന് മുതൽ ഞാൻ ഫ്രീ ഫ്ലോയിങ് ഫുട്ബോൾ കളിക്കാൻ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാൻ പോകുന്നില്ല. അത് സല എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഈ ചെയ്യുന്ന പോലെ തന്നെ FSG or whoever is in charge should have a serious review. എനിവേ, പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് നമ്മളിപ്പോ നേരത്തെ ഒരുപാട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമായിരുന്നു റിയോന് മിനിറ്റ്സ് കിട്ടുന്നില്ല എന്നുള്ളത്. പക്ഷെ റിയോന് ഇപ്പൊ കൂടുതൽ മിനിറ്റ്സ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതും നല്ലൊരു കാര്യമായിട്ട് തോന്നി. ഇനി ഫ്യൂച്ചറിലേക്ക് യങ് പ്ലേയേഴ്സ്, റിയോ കഴിഞ്ഞ മാച്ച് നേരത്തെ വന്നു സബ്ബായിട്ട്,
അപ്പൊ അടുത്തടുത്ത് 3 മാച്ചില് കുറെ മിനിറ്റ്സ് കളിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇനി ഗോയിങ് ഫോർവേഡ് അത് കുറച്ചും കൂടി മിനിറ്റ്സ് ട്രസ്റ്റ് ചെയ്ത് തുടങ്ങിയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് നല്ലൊരു കാര്യമായിട്ട് ഫീൽ ചെയ്യും. റിയോന്റെ കോൺഫിഡൻസിനും അത് നന്നായി വരാനുള്ള സാധ്യതയുണ്ട്. ന്യോനിക്കും കൂടി കൂടുതൽ മിനിറ്റ്സ് കിട്ടി തുടങ്ങും എന്ന് നമുക്ക് നോക്കാം. അടുത്ത FA കപ്പ് മാച്ച് ആണല്ലോ. നമ്മള് മിഡ് വീക്ക് ഒരു ലൈവ് ചെയ്യുന്നുണ്ട് സ്ലോട്ടിന്റെയും സീസൺ വാട്ട് നെക്സ്റ്റ് എന്ന രീതിയിൽ. വാട്ട് ആർ വി പ്ലേ, വാട്ട് ആർ ദ ഗെയിംസ് കമ്മിങ് അപ്പ്. ഇഫ് യു ലുക്ക് അറ്റ് അവർ ലൈൻ അപ്പ്, നമുക്ക് ഇനി പ്രീമിയർ ലീഗിൽ 7 മാച്ചാ ബാക്കിയുള്ളത്. ഫുൾഹം, എവർട്ടൺ, ക്രിസ്റ്റൽ പാലസ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ചെൽസി, ആസ്റ്റൺ വില്ല, ബ്രെൻഫോർഡ്. സോ ഇതിനകത്ത് if we win, we have to win at least 4. At least. That will take us to 61 points. 4 wins, 12 more points. അവിടുന്ന് പിന്നെ ബാക്കി 4 കളി ഡ്രോ എന്തോ ഇത് ആയി. I don't know. Because 66 points or 69 points is enough for top 4, top 5. പക്ഷെ ഇതില് ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നമുക്ക് 3 കളി ഒരുമിച്ച് കളിക്കാൻ പറ്റില്ല ഇനി. എവിഡന്റ്. സോ ഐദർ വി ടാങ്ക് FA കപ്പ് ഓർ വി ടാങ്ക് ലെറ്റ്സ് സേ ഈ PSG ആയിട്ടുള്ള കളി ഫസ്റ്റ് ലെഗ് തന്നെ. ഇമാജിൻ we are getting a 5-2 like Chelsea. അങ്ങനത്തെ സെറ്റപ്പ് ആയിട്ട് കിട്ടിയാൽ പ്രോബബ്ലി അത് കഴിഞ്ഞാൽ PL ഗെയിം മുഴുവൻ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. കാരണം ഇറ്റ്സ് 1 game a week. We might win. കാരണം വേറെ ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യില്ല. ദിസ് പക്ഷെ 3 കളി ഒരുമിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ I don't think players have that stamina with them this season. So അതായത് ഞാൻ പറയുകയാണെങ്കിൽ we have to beat Fulham, we have to beat Everton, we have to beat Palace. ഈ 3 ജയിച്ചാൽ തന്നെ then we are in a strong seat because Chelsea next കളിക്കാൻ പോകുന്ന സിറ്റി ആയിട്ടാണ്. It's a tough ask because last 3 matches are all top 4 contenders. Chelsea, United and Aston Villa. Even Brentford for that matter. അപ്പോ 3 കളി കൂടുതൽ നമുക്ക് ജയിക്കാം. 3 കൂടുതൽ കളികൾ നമ്മൾ ജയിക്കും. എത്ര ഫോം മാച്ച് ഉണ്ട് അതിൽ നമുക്ക്? 1, 2, 3, 4. അപ്പൊ നമുക്ക് 4 മാച്ച് എങ്ങനെയായാലും നമുക്ക് ജയിക്കാം. കഴിഞ്ഞ ബാക്കിയത് ബോണസ് ആണ്. ഇതിപ്പോ നമ്മള് ഗെയിം നോക്കുന്നതിനനുസരിച്ച് we have to look at Villa. So Villa have Tottenham. Again, relegation scrap if they recover again. If they do. They have Nottingham. Okay. And the last 2 games is Liverpool and City. അവർക്ക് ഒരു ഈസി റൈഡ് അല്ല. നമ്മളെ പോലെ തന്നെയാണ് ചെൽസിക്ക് they have City, they have United, they have Nottingham, Liverpool, Tottenham in case if they are towards the relegation zone. So ആർക്കും ഒരു ഈസി റൈഡ് എന്ന് പറയാനില്ല. പ്രോബബ്ലി യുണൈറ്റഡ് മേ ബി they have that 2 game ഒരു ഗ്യാപ്പ് ഉണ്ട്, 6 point ഗ്യാപ്പ് ഉണ്ട്. സോ they are okay. I think നമുക്ക് ഈ ടോപ്പിക്സ് we'll discuss in a live അല്ലേ. നമ്മൾ നെക്സ്റ്റ് വരുന്ന we'll take each club അവരുടെ ഫിക്സ്ചേഴ്സും നമുക്ക് ആ ഷോ ചെയ്യാം. അതെ നമുക്ക് ഫിക്സ്ചേഴ്സ് ഒക്കെ കൂടിയിട്ട് ഓരോ ക്ലബിന്റെ എടുത്തെടുത്ത് നമുക്ക് അനലൈസ് ചെയ്യാം. നിങ്ങളുടെ ഇൻപുട്സും ഒക്കെ നമുക്ക് അതിൽ കൊണ്ടുവരാം. Title challenge also we can do. അതെ. Okay, so let us stick to our agenda for the podcast. Premier League. Yes. അപ്പോൾ ആർസണൽ പ്രീമിയർ ലീഗിന് മുമ്പ് ഫൈനലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, ലിവർപൂൾ തോറ്റു. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ ലിവർപൂൾ ഫാൻസിനോട് നമ്മൾ തോറ്റു എന്ന് പറയേണ്ട കാര്യമില്ല. പിന്നെ ഗണേശ് ഇല്ലാത്ത കാരണം സ്ലോട്ടിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ അനാലിസിസ് നമുക്ക് കൊണ്ടുവരാനും പറ്റിയില്ല. ഗണേശ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഗണേശ് ഗ്രൂപ്പിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു സ്ലോട്ടിന്റെ. എല്ലാരും ഗണേശ് ലൈവില് വരണമെങ്കിൽ മെസ്സേജ് അയക്കുക.
ഗണേശന്റെ വൈഫ് ഇപ്പൊ ഗണേശനെ വിടും. ആർസണൽ വേഴ്സസ് സിറ്റി, എനിക്ക് തോന്നുന്നു എന്താ പറയാ, മാസ്റ്റർ ഇസ് ഓൾവേസ് എ മാസ്റ്റർ ആൻഡ് പ്യൂപ്പിൾ ഇസ് ഓൾവേസ് എ പ്യൂപ്പിൾ എന്ന് പറഞ്ഞ ഒരു മാച്ച് ആയിപ്പോയി. ആർസണൽ എന്താണോ കളിക്കാൻ ശ്രമിച്ചത് അത് കളിക്കാൻ സമ്മതിച്ചിട്ടേ ഇല്ല. ഒരു ഫൈനൽ എന്ന് പറയുമ്പോൾ ലീഗ് ലീഡേഴ്സ് കളിക്കേണ്ട ഒരു രീതിയിലല്ല ആർസണൽ കളിച്ചത്. ഇതിലാണ് നമ്മൾ ചോദിച്ച ചോദ്യം, വിൽ ആർട്ടേറ്റ ബി ബ്രേവ്? ഞാൻ ലാസ്റ്റ് പോഡ്കാസ്റ്റ് പറഞ്ഞു, വിൽ ഹി ബി ബ്രേവ്? ആൻഡ് സാഡ്ലി ആൻഡ് ഡ്യൂ ടു സർക്കംസ്റ്റാൻസസ് ഓൾസോ, എസ് എ ഇല്ല, കുറച്ച് പ്ലേയേഴ്സ് പുള്ളിക്ക് ഉണ്ടായിരുന്നില്ല, ബട്ട് ഹി ചോസ് ടു ഗിവ് ദ ബോൾ ടു സിറ്റി. ഹാഫ് ടൈം വരെ സിറ്റിയെ നോക്കിയിരുന്നു. ഹാഫ് ടൈം കഴിഞ്ഞ് ബോഡികളെ ഫിഗർ ഔട്ട്. റിസ്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളിത് പണ്ട് മുതലേ പറയുന്നതാണ്. ഈ ഇംഗ്ലണ്ട് വേൾഡ് കപ്പിൽ പോയാലും ഇതേ സാധനം തന്നെയാണ് സൗദി അറേബ്യ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. മേക്ക് ഷുവർ യു ഡോണ്ട് കൺസീഡ്, എങ്ങനെയും ഒന്ന് അങ്ങോട്ട് നിൽക്കും ചെയ്യുക. ഈ സാധനമാണ് ആർസണൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. ഇൻ ലീഗ് ഇറ്റ് മെയ്ഡ് സെൻസ്, എക്സ്പെഷ്യലി ദിസ് സീസൺ. കഴിഞ്ഞ ഒരു 7-8 വർഷമായിട്ട് 6 വർഷമായിട്ട് അറ്റൻഡ് ചെയ്യാൻ നോക്കുന്നത് തന്നെയായിരുന്നു. ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ബിക്കോസ് ദർ വാസ് വൺ ടീം ഹു വാസ് ബ്രേവ് ഇനഫ് ടു ഗോ ഓൾ ദ വേ. ഈ സീസണിൽ നമ്മളില്ല, സിറ്റി അഗൈൻ നോട്ട് ബീങ് സിറ്റി. സോ ദാറ്റ് വാസ് ഇനഫ് ഫോർ ആർസണൽ ടു ഗെറ്റ് ഓവർ ദ ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട്. ബട്ട് sort of this is our one of the worst season. സിറ്റിയെ സംബന്ധിച്ചോളം again after Pep വന്നതിന് ശേഷം maybe one of the worst season. Even then Arsenal cannot claim title. I believe Arsenal will win the title this year, but ഉറപ്പിച്ച് പറയാൻ ആർസണൽ ഫാൻസിന് പോലും പറ്റുന്നില്ല. They are not confident. നമ്മളിപ്പോൾ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ വരെ നമ്മളത് കാണുന്നുണ്ട്. They are not confident when an attack comes. ഇപ്പോഴത്തെ ലിവർപൂൾ ഫാൻസ് ആൻഫീൽഡിലുള്ള പോലെയാണ് ആർസണൽ ഫാൻസിന് ഒരു പാനിക് മോഡ് വരുന്നത് when an opposition attacks them. ഇത്രക്കും when there is no competition elsewhere, ആർസണൽ ജയിക്കാത്തത് I think is because Arteta is being too defensive. ഡിഫെൻസീവ് റെക്കോർഡ് അടിപൊളിയാണ്, നോ കംപ്ലൈൻസ് ഓവർ ദെയർ. ബട്ട് നമ്മൾ പലരും പറയുന്ന ഒരു എന്താ പറയുക അനോളജി എന്ന് വെച്ചാൽ സിമിയോണി അല്ലെങ്കിൽ ജോസെ മൊറീഞ്ഞോ ഡിഡ് ദിസ് ബിഫോർ. എന്നെ സംബന്ധിച്ചോളം പേഴ്സണൽ ഒപ്പീനിയൻ, അവർ രണ്ടുപേരും ചെയ്യുമ്പോൾ ദേ ന്യൂ ദിസ് ഇസ് ഹൗ ദേ പ്ലേ. അതായത് വി ഡു എ ഡിഫെൻസ്, ദർ വുഡ് ബി എ ബാക്ക് ഫോർ, ഷട്ട്സ്, സ്റ്റോപ്പ് എവറിത്തിങ്. ബാക്കിയുള്ളവർ മേ ബി മെക്കലേലി kind of guy out and down the middle. After that it's attack or there's a pattern of attack. Arsenal നമ്മൾ കളിയാക്കാൻ വേണ്ടി പറയുന്നതാണെന്നുണ്ടെങ്കിലും ഇറ്റ്സ് സെറ്റ് പീസ്. നല്ല കാര്യം, they reinvented the entire set piece routine. ഒരു ലീഗ് മുഴുവൻ കോപ്പി ചെയ്യുന്നുണ്ട്. Even Europe is trying to do that. പക്ഷെ this is their go-to method. ഞങ്ങൾക്കൊരു കോർണർ കിട്ടിയാൽ ഗബ്രിയേൽ എങ്ങനെയെങ്കിലും ഫ്ലിക്ക് ചെയ്യും, ആരെങ്കിലും ഗോൾ അടിക്കും, or else we'll bully the goalkeeper and try and score. ഈ ഒരു ലെവലിലേക്ക് ആർസണൽ താന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ. ദാറ്റ്സ് ഓൺ ആർട്ടേറ്റ. ലീഗ് അടിക്കുമായിരിക്കും. സിമിയോണീസ് ടീംസ് അവർക്കൊക്കെ ഒരു വേൾഡ് ക്ലാസ് ഫോർവേഡ് ലൈൻ ഉണ്ടായിരുന്നു. You had your Drogba, you had your Lampard, Joe Cole, you had your Robben, then you had your Cristiano Ronaldo, Benzema. ഇപ്പം അത്ലറ്റിക്കോക്ക് പോലും you had Torres, you had Suarez, Alvarez, ഇപ്പം Costa, Diego Costa, അത്ലറ്റിക്കോടെ പിന്നെ Mandzukic was there, no? Mandzukic ഒരു സീസൺ കണ്ടിട്ടുള്ളൂ. But they always had an attacking force. അത് ഇപ്പൊ കാണുന്നില്ല ആർസണലിൽ. ആ ഒരു ഗ്യോക്കറേസ് ഓർ ഹാവേർട്സ്,
even Saka we're not scared of them. Like nobody is like, oh my god, Saka is Yeah. there. Ipo defensive teams even past Italian teams like Sudeepan അറിയുന്നുണ്ടാവും, Del Piero, അങ്ങനത്തെ forwards were there. ഒരു നല്ല attacking forwards were there to for Italian teams as well. ഇപ്പം നമ്മുടെ ആൻസലോട്ടി കളിക്കുമ്പോൾ ഇൻസാഗി വാസ് ദെയർ, സീഡോഫ് വാസ് ദെയർ, ഒരുപാട് അങ്ങനെ. പക്ഷെ ആർസണൽ ടീമിൽ എടുത്തു പറയാനുള്ള അറ്റാക്കിംഗ് ഫോഴ്സ് ഇപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇയാളാണ്, ഗബ്രിയലാണ്. ബട്ട് ഇഫ് യു വിൻസ് ഇറ്റ്, ഫെയർ എനഫ്, ഇറ്റ് ദസ് നത്തിങ് റോങ്. ദ ഐഡിയ ഈസ് ടു വിൻ സംഹൗ. നത്തിങ് റോങ്. പക്ഷെ ഈ ഒരു സാധനം വെച്ചിട്ട് ഐ ഡോണ്ട് തിങ്ക് ദിസ് ഇസ് എ ലോങ് ടേം സ്ട്രാറ്റജി. And next year again, if Arteta is going, okay, I want the league with this tactics, I can move forward with the same thing. In the Varnal, I don't think they will. Anything one team, if they play to their level, at least better than this season, because this season it's on, maybe except United, everybody is on their worst run. എന്നിട്ടാണ് നമ്മൾ ഈ ലെവലിൽ ഉള്ളത്. ആക്ച്വലി ആർസണൽ സംഭവിക്കാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളുള്ളത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും ലീഗ് ജയിച്ചു കഴിഞ്ഞാൽ അതങ്ങോട്ട് അതങ്ങോട്ട് കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് സീസണിലെ ആർസണൽ ഫാൻസ് വീണ്ടും ഇതുപോലെ ലീഗ് അടിക്കാനല്ല അവരാഗ്രഹിക്കുക. അവര് ആർസണൽ വേ എന്നുള്ളതിലേക്ക് തിരിച്ചു പോകാൻ ഉള്ള ആ ഒരു പ്രഷർ എന്തായാലും ആർട്ടറ്റയ്ക്ക് കിട്ടും. പ്രഷർ അത് നിൽക്കട്ടെ. ഞാൻ ഈ മാച്ചിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ നമ്മൾ ആർസണലിന്റെ കാര്യം പറഞ്ഞു, ആർസണൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് കളിക്കണേന്നുള്ളു. പക്ഷെ പെപ്പ് ലിൻഡേഴ്സിന്റെയും പെപ്പ് ഗാർഡിയോള ഈ മാച്ചില് ആർസണലിനെ കൂട്ടിയിട്ട രീതി ഉണ്ടായിരുന്നല്ലോ, അത് കണ്ടിരുന്നോ? ഒരു 4-4 എന്നുള്ള രീതിയിലായിരുന്നു. നമുക്ക് കറക്റ്റ് അറിയാം, ഈ ഭയങ്കര നാരോ ആയിട്ട് ഒരു ലൈൻ, 4 പേര് ഇങ്ങനെ നിൽക്കുക. ഡോക്കുണ്ട്, ഹാലൻഡ് ഉണ്ട്, ചെറുക്കി ഉണ്ട്, സെമന്യോ, ഇവര് 4 പേര് ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുക. അവിടെ അതിന്റെ അപ്പുറത്തേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ പാസ് ചെയ്യാൻ സമ്മതിക്കാണ്ട് ഗബ്രിയലും സാലിബയും പന്തും കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് അവര് നിൽക്കുകയാണ്. അവരുടെ അടുത്തേക്ക് പോയില്ല, അവിടെ ഒരു ലൈൻ കീപ്പ് ചെയ്ത് മാറി നിൽക്കുക. അതോടുകൂടി ആർസണലില് തറന്നുപോയി. അവർക്ക് ബിൽഡപ്പ് ചെയ്യാൻ പറ്റാണ്ട് നീട്ടിയടിക്കും, സിറ്റി ബന്ധു പിടിക്കും, സിറ്റി പിന്നെ അറ്റാക്ക് വേഴ്സസ് ഡിഫൻസ് ആയി. അങ്ങനെ ശരിക്കും ആർസണലിനെ എങ്ങനെ കൂട്ടാം എന്നുള്ള എൻ്റെ ഒരു ഇത് ബാക്കിയുള്ള ടീംസിന് കാണിച്ചു കൊടുക്കുന്ന ഒരു എക്സിബിഷൻ അതന്നെ. പിന്നെ അവരുടെ മോസ്റ്റ് ത്രെറ്റനിങ് പ്ലെയർ തിരുവനന്തപുരംകാർക്ക് ഒരിക്കലും ബ്ലൂ പ്രിന്റ് കിട്ടിയില്ല, പക്ഷെ ഗാർഡിയോള സിറ്റിക്ക് കാണിച്ചു കൊടുത്തു. ഗാർഡിയോള പറഞ്ഞു, എനിക്ക് പെപ്പ് ലിൻഡേഴ്സ് ക്ലോപ്പിന്റെ ഉള്ള സമയത്ത് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അതായത് ടീമിനെതിരെ നമ്മൾ ഇതുപോലെ 4 പേര് എന്താന്നറിയില്ല, ലിൻഡേഴ്സിന്റെ ഒരു പ്രധാന പരിപാടിയിൽ പെട്ടൊരു സാധനമായിരുന്നു. എന്തായാലും ഇതാണ് മെഡ്രിഡിനോട് ശ്രമിച്ചു നോക്കി പാളിയത്. അതെ അതുണ്ടാവും. മെഡ്രിഡ് പുതിയ മാനേജർ വന്നു, അവര് എങ്ങനെയാ കളിക്കുക എന്നുള്ള മാനേജർ പറയുന്ന പോലെ കളിക്കണേ, ഇവരുടെ ഒരു ഐഡിയ വെച്ച് കളിക്കണം. അപ്പൊ അങ്ങനെയുള്ള ടീമിന് ബുദ്ധിമുട്ടാണ്. ഇത് ആർസണൽ കൃത്യമായിട്ട് എങ്ങനെ കളിക്കുന്നത്. ക്രെഡിറ്റ് വേർഡ്സ് ഡ്യൂ, കെപ്പയുടെ ഒരു മിസ്റ്റേക്ക് എന്നാണ് സിറ്റി ഫസ്റ്റ് ഗോൾ അടിക്കുന്നത്. So and credit to Arteta also that he went with Kepa. ഒരുപാട് പേര് പറഞ്ഞു റായന്റെ കൂടെ പോണായിരുന്നു, പക്ഷെ ഇറ്റ്സ് എ ഡീസെന്റ് തിങ് ഫോർ എ മാനേജർ ടു ഡു. ഇത്രയും ടൂർണമെന്റ് മൊത്തം കളിച്ച കെപ്പയാണ്, ഫൈനൽ എത്തിച്ചത് കെപ്പയാണ്. അപ്പോ അവിടെ ലാസ്റ്റ് മാച്ച് കൊണ്ടുപോയിട്ട് റായനെ സൈൻ കളിപ്പിക്കുന്നതിന് കാര്യമില്ല. അതൊരു ഒരു ട്രസ്റ്റ്, തീരെ ഒട്ടും ട്രസ്റ്റ് ചെയ്യാത്ത ഒരു മാനേജറുടെ സ്വഭാവമാണ്. അർട്ടറ്റ പറഞ്ഞ പോലെ ദിസ് വിൽ ഹെൽപ് ദം, 2 രീതിയിൽ പോകും. ദിസ് വിൽ trigger them to go for it now for the league, or it will mentally അവർക്ക് അഗൈൻ ശ്രീ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ ബ്രേക്ക് നല്ല ടൈമിലാണ് വന്നത്. ഒരു ബ്രേക്ക് കഴിഞ്ഞ് വീണ്ടും അവർക്ക് റീഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. എനിവേ, ഫസ്റ്റ് ട്രോഫി ഓഫ് ദ സീസൺ ഫോർ മാഞ്ചസ്റ്റർ സിറ്റി. ഇത് കാണുന്ന സിറ്റി ഫാൻസിനൊക്കെ കൺഗ്രാറ്റുലേഷൻസ്, എൻജോയ് ദിസ് ടൈം. ഗാർഡിയോള ഉള്ളിടത്തോളം കാലം the man is a genius. Next ക്വാഡ്രപ്പിൾ കിട്ടില്ല എന്നുള്ളത് തീരുമാനമായില്ലേ? ക്വാഡ്രപ്പിൾ അതായിരുന്നു അവരുടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഞാൻ നേരത്തെ നമുക്ക് മിഡ് വീക്കിൽ ഡിസ്കസ് ചെയ്യാം. അതായത് I would love to watch that tie, Arsenal versus Barca, if it happens. It will be very very interesting to watch. ഒരു ഫുട്ബോൾ ഐഡിയോളജീസിന്റെ ഒരു ഇതായിരിക്കും. അതിനു മുമ്പ് അത്ലറ്റിക്കോ വേഴ്സസ് ബാർസയുണ്ട്,
Barca ഉണ്ട്, but Atletico is much more attacking than obviously കഴിഞ്ഞ ദിവസം മാഡ്രിഡ് ആയിട്ടുള്ള ഡെർബി they were very attacking and നല്ല രസമായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു, നല്ല രസമായിട്ട്. അപ്പോ we will come back to Premier League, one of the games that are direct rivals for top 4. ഈ ഗ്രൂപ്പിൻ ഇതിന്റെ കമന്റിൽ ഒരാളോ കമന്റ് ചെയ്ത് നമ്മൾ ഭയങ്കര ബയസ്ഡ് ആണ്, നമ്മൾ ടീമുകൾ തോൽക്കാൻ വേണ്ടി പറയുന്നത്, തോൽക്കണം എന്ന് നമ്മൾ പറയുന്നില്ല, തോൽക്കാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ആ പറഞ്ഞതെല്ലാം സംഭവിച്ചു. കാഴ്ച ചെൽസി എവർട്ടന്റെ കൂടെ തോറ്റു. ഈ നമ്മൾ സ്ലോട്ടിനെ കുറിച്ച് Chelsea lost is a surprising result. Loss എന്നുള്ളത് the way they lost. Yes. എനർജി ഇല്ല ടീമിന്, ഒട്ടും എനർജി ഇല്ല. ബെറ്റോ 2 ഗോൾ അടിക്കുന്നു, ഒരു അസിസ്റ്റ് കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ goals were excellent goals also. എനിക്ക് ചെൽസിനെ കുറിച്ച് ചെൽസി ഫാൻസ് ഒന്ന് കമന്റ് ചെയ്യാം. എനിക്ക് എന്റെ ബയസ്ഡ് പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും. I don't think this guy will be there next season and I don't think he should be there. കാരണം I know സ്ട്രാസ്ബർഗിൽ നല്ല പെർഫോമൻസ്, യങ് ഇംഗ്ലീഷ് മാനേജർ ആണ്. He is lost. ഓവിൻ യക്ഷിമോടായി പോയല്ലോ. അവിടെ കറണ്ട് പോയെന്ന് എനിക്ക് സംശയം. ഓക്കെ, അപ്പോ ലിയം റൊസീനിയർ, എനിക്ക് ചെൽസിനെ കാണുമ്പോ സ്ലോട്ടിന്റെ പ്രശ്നം പോലെ തന്നെ ഗ്രാവൻബർഗ്, സൊബോസ്ലൈ, മെക്കാലിസ്റ്റർ മിഡ്ഫീൽഡ് വെച്ച് ഇങ്ങനെ തോക്കുന്ന കാണുമ്പോ കൈസൈഡോ, എൻസോ, പാമർ മിഡ്ഫീൽഡ് വെച്ചിട്ട് ചെൽസി അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കാണുമ്പോൾ ഐ കാണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ. ഈ ഇത്രയും നല്ലൊരു സ്ക്വാഡ്, ഈവൻ ഇപ്പൊ പണ്ട് ഞാൻ പറയില്ല അവർക്ക് സ്ട്രൈക്കറിന്റെ കുറവുണ്ട്, ബട്ട് ജാവോ പെഡ്രോ ആഫ്റ്റർ റൊസീനിയർ കെയിം ഇസ് ആക്ച്വലി സ്കോറിംഗ് ഗോൾസ്. വർക്ക്ഔട്ട് ആവുന്നില്ല. സുദീപ് കണ്ടിരുന്ന കളി? കണ്ടിരുന്നു. ഇതൊരു സിമിലർ സാധനം ഓഫ് ടു Arteta. Trying to be safe first and then try for something. പക്ഷെ നടക്കുന്നില്ല. കാരണം ഈ ഒരു പ്ലേയേഴ്സ് എവരിബഡി ലൈക്സ് ടു ബി ഫ്രീ ഫ്ലോയിങ്. അതാണ് അവര് എന്താ പറയാ, ബൈ നേച്ചർ അതാണ് എല്ലാവരും മൂവ് അറൗണ്ട് ഫ്രീലി. അപ്പൊ അവരെ പിടിച്ചിട്ട് യു ട്രൈ ആൻഡ് ബി ദിസ് എന്ന് പറയുമ്പോൾ നടക്കുന്നില്ല അവർക്ക്. സെയിം തിങ് വി ഹാവ് സീൻ വിത്ത് നോട്ട് എ ഡയറക്റ്റ് ആപ്പിൾ ടു ആപ്പിൾ കമ്പാരിസൺ, ബട്ട് മാഡ്രിഡ് ആയാലും യുണൈറ്റഡ് ആയാലും ആ പ്ലേയേഴ്സിനെ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ സംഭവിക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ചെൽസിയിൽ നടക്കുന്നുണ്ട്. നോട്ട് ബിക്കോസ് ഓഫ് ദ പ്ലെയർ പവർ, ഇറ്റ്സ് ബിക്കോസ് ദ നേച്ചർ ഓഫ് പ്ലേ. പെട്ടെന്ന് രസമുണ്ട്. സാഞ്ചസിനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത പണികൾ എടുപ്പിക്കാൻ നോക്കുന്നുണ്ട്. അതുപോലെ ഡിഫൻസ് അവര്, ഞാൻ പറഞ്ഞു ചെലോബ ഇഞ്ചേർഡ് ആയി ഓൾറെഡി, ചെലോബ ഇല്ല. ബാക്കിയുള്ള പ്ലേയേഴ്സിനെയൊക്കെ വെച്ചിട്ട് അവര് ഡിഫൻസ് ഒന്നും പറ്റുന്നില്ല അവർക്ക് മര്യാദക്ക് ഡിഫെൻഡ് ചെയ്യാനൊന്നും. എത്ര ചാൻസ് ആണ് ആ ബെറ്റോ അടിച്ച ആദ്യത്തെ ഗോള്, അത് ആ സാഞ്ചസിനെ വന്ന് അടുത്തേക്ക് വരണോ അത് വേണോ ഡൗട്ടായി, അവസാനം ഓടി വന്നു, കിട്ടിയില്ല. അങ്ങനെ അവരുടെ ആ ഡിഫൻസീവ് ഓർഗനൈസേഷൻ മിഡ്ഫീൽഡിൽ തന്നെ പാമറിനെ മര്യാദയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പാമർ നടുക്കിൽ സ്പേസ് കിട്ടിയാലും പാമറിന് പിന്നെ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയാൻ പറ്റില്ല. പിന്നെ അതുപോലെ യാവോ പെഡ്രോ തുടങ്ങിയ സമയത്ത് മാനേജർ വന്നപ്പോ യാവോ പെഡ്രോ നല്ല ഫോമിലും ഇതൊക്കെ ആയിരുന്നു. പക്ഷെ അതൊരു ഇത് പോയി ആളുടെ. ശരിക്കും യാവോ പെഡ്രോന്റെ പൊസിഷൻ ടോട്ടൽ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഫോർവേഡ് ആണോ അതോ ബാക്കിലേക്കാണോ എന്നുള്ളതും ഇപ്പോഴും ഡിബേറ്റബിൾ ആയിട്ട് നിൽക്കുക. അപ്പൊ റോസിനേർ വന്നപ്പോ തന്നെ പറഞ്ഞ പുള്ളി ഔട്ട് ആൻഡ് ഔട്ട് ഫോർവേഡ് ആണ്, അത് കാരണമാണ് കളിപ്പിക്കുന്നത്. പക്ഷെ ഇപ്പൊ അത് ക്വസ്റ്റ്യൻ വരികയാണ്. യാവോ പെഡ്രോന്റെ ഇപ്പോ കളിക്കുന്ന കുറച്ച് ഇറങ്ങിയൊക്കെ കളിക്കുന്നുണ്ട്, ഇത് നേരത്തെ പോലെ ഗോള് അടിക്കാൻ പറ്റുന്നില്ല. അപ്പോ അത് അവിടെ അതും ആദ്യം കുറെ ഗോള് വന്നത് പെനാൽറ്റി ബോക്സില് ഡ്രിബിൾ ചെയ്യുമ്പോൾ വീഴുക, അവിടുത്തെ പാമർ പെനാൽറ്റി സ്കോർ ചെയ്യുക, അങ്ങനെയൊക്കെയാണ് കുറെ ഗോളൊക്കെ വന്നത് ആദ്യത്തെ ഇതില്. അങ്ങനെ കോൺട്രിബ്യൂഷൻസ് കുറെ പാമർ ഗോൾ അടിച്ചത് അങ്ങനെയാണ്. അപ്പോ പാമർ ഇപ്പോഴും ആ ഒരു ഫുൾ ഒരു ഇതിലേക്ക് എത്തുന്ന പൊസിഷനിലേക്ക് കൊണ്ടുവന്ന് ഗോൾ അടിപ്പിക്കാൻ. അതുപോലെ പ്ലേയേഴ്സ് ഒക്കെ ഈ പറഞ്ഞ പോലെ ഒരു സ്പെഷ്യൽ ഒരു ലീഡർ ആയിട്ടുള്ള അങ്ങനെ ഒരു പ്ലെയർ ഇല്ല ടീമിൽ നോക്കിക്കഴിഞ്ഞാൽ. അങ്ങനെ ആരും ഇല്ല. ഒന്നും അറിയാലോ, എല്ലാം യങ് പ്ലേയേഴ്സ് ആണ്. അങ്ങനെയുള്ള ആരും ഇല്ല. പാമർ ആണ് ഒരു ഇതായിട്ട് വരേണ്ടത്. പക്ഷെ പാമർ ഒരു പ്രോപ്പർ ആള് യുണൈറ്റഡിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലെയർ ആണ്. അവിടെ പെട്ടുപോയ പോലെയാണ്. മീൻസ്
അങ്ങനെ ഒരു പാഷനേറ്റ് ആയിട്ട് അതിന് കളിക്കാനോ അതിനൊന്നും പറ്റുന്നൊരു പ്ലെയർ അല്ല. അപ്പൊ അങ്ങനെ ഈ പ്ലേയേഴ്സിന്റെ ഇടയിൽ തന്നെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഇതെങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഫീൽ ചെയ്യാനില്ല. ആള് ഒരു പെർഫോമർ എന്നുള്ള രീതിയിലേക്ക് പലരും പറഞ്ഞു തുടങ്ങി. വെറുതെ ഒരു പെർഫോം ചെയ്യുന്ന ഒരാളെന്ന റോസ്നറിനെ. പക്ഷെ അറിയില്ല, ആള് മറ്റേ ചാമ്പ്യൻഷിപ്പിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ, സ്ട്രാസ്ബർഗിലും നന്നായിട്ട് ചെയ്യുന്ന വരികയായിരുന്നു. പക്ഷെ ചെൽസി ജോബ് എന്ന് പറഞ്ഞാൽ അത് ഡിഫറെന്റ് കൈൻഡ് ഓഫ് പ്രഷറാണ്. കാരണം എപ്പോഴും മാനേജേഴ്സ് ഇങ്ങനെ നമ്മള് എവർട്ടനും കുറച്ച് ക്രെഡിറ്റ് കൊടുക്കണം. കാരണം എവർട്ടൺ ഡിഡ് റിയലി വെൽ. അത് ഡേവിഡ് മോയസിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ദി പ്ലേയേഴ്സ് ലുക്ക് ഹാപ്പി, ദി പ്ലേയിങ് ഫോർ ഈച്ച് അതർ. കാരണം ഇഫ് യു ലുക്ക് അറ്റ് എവർട്ടൺ, അവർക്കും കുറച്ച് ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു. അവർക്കും ഇയാളെ പോയി, ഡിബ്ലിംഗ് സെറ്റിൽ ആയില്ല, ഗ്രീലിഷ് ഇഞ്ചേർഡ് ആയി. അവരുടെ ബാക്കിലെ നമ്മുടെ ഇവൻ ബ്രാൻത്വൈറ്റ് ഇഞ്ചേർഡ് ആയിരുന്നു. അങ്ങനെ they had to face a lot of challenges, but now they are 3 points off Liverpool. And there is a Merseyside derby coming up. Yeah, നല്ല മാച്ച് ആയിരിക്കും ഇത്. Okay. അതെ, എവേർട്ടന്റെ പറഞ്ഞത് കറക്റ്റ് ആണ്. എവേർട്ടന്റെ NBA കുറച്ച് കളിയായിട്ട് ഗോൾ അടിക്കണ്ടായിരുന്നില്ല, ഈ കളി ഗോൾ അടിച്ചു. അത് ഭയങ്കര രസമായിട്ട് തോന്നി. ആള് ഭയങ്കര സെലിബ്രേറ്റ് ചെയ്തു. പിന്നെ അവർക്ക് ലീഡേഴ്സ് ഉണ്ട്. അതാണ് ടർക്കോസ്കി ഒക്കെ ആ ഒരു ബാക്കിലെ ശരിക്കും ഒരു ലീഡർ തന്നെയാണ്. മറ്റൊരു ടീമിൽ എല്ലാ ടീമിലും അങ്ങനെ ഒരാൾ വേണം. ഇതാണ് ചെൽസിക്ക് അങ്ങനെ ഒരാളില്ലാത്തത് അവിടെയുള്ള. അപ്പോ എന്തായാലും എവർട്ടൺ മോയസ് ഒരു ഗ്യാരണ്ടിയാണ്. ഏത് പ്രീമിയർ ലീഗ് ക്ലബിനും ഒരു ഗ്യാരണ്ടി മാനേജറാണ്. അത് എവർട്ടനെ നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. യെസ്. വാട്ട് അബൌട്ട് ബോൺമത്ത് വേഴ്സസ് യുണൈറ്റഡ്? കണ്ടിരുന്നോ? യുണൈറ്റഡ് പ്ലേഡ് നല്ല ഗെയിമായിരുന്നു ആക്ച്വലി. യാ, നല്ലൊരു ഗെയിം. ഡിബേറ്റബിൾ. ലാസ്റ്റ് മാൻ ആണ്, ഹി ഡിഡ് പുൾ, ബട്ട് റെഡ് ഒക്കെ കുറച്ച് ഓവറായി പോയിരുന്നു എന്നൊരു ഡൗട്ട്. ഡിഡ് നീഡ് ടു, ഐ മീൻ ഒന്നാമതെ ഫൗൾ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഹി കുഡ് ഹാവ് ലെഫ്റ്റ് ഇറ്റ് ആൻഡ് ട്രൈഡ് ടു ടാക്കിൾ, ബട്ട് ഹി ഡിഡ് ഇറ്റ്. ബട്ട് അതിന് റെഡ് കൊടുക്കണമായിരുന്നു എനിക്ക് തോന്നുന്നില്ല. മേ ബി യെല്ലോ വുഡ് ഹാവ് മേഡ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. But even though still they played well. Yes. What about ഇല്ല, യുണൈറ്റഡ് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പൊ നേരത്തെ പ്രഡിക്ഷന്റെ കാര്യം പറഞ്ഞല്ലോ. നമ്മള് എല്ലാവരും തോക്കുമെന്ന് പറഞ്ഞപ്പോ ഇത് നമ്മള് പോയിന്റ്സ് ഡ്രോപ്പിങ്, ഞാൻ തോൽക്കുന്നു പറഞ്ഞ മാച്ച് ആയിരുന്നു യുണൈറ്റഡ്. ബോൺമത്ത് മറ്റേ ക്രിസ് ആണ് പറഞ്ഞത് ഡ്രോ ആയിരിക്കും, പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നത്. അതെ, 2-2. അത് കറക്റ്റ് അതുപോലെ ആയി കമന്റും വന്നിട്ടുണ്ട്. നമ്മുടെ ഇതില് കറക്റ്റ് പ്രഡിക്ഷൻ ആണെന്ന് പറഞ്ഞ് ഏതോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും യെസ്, ഇതാണ് യുണൈറ്റഡ് എന്തായാലും. പക്ഷെ ടോപ്പ് 4 പൊസിഷൻ ഉറപ്പിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യണത്. അതിൽ മാറ്റം വരാൻ സാധ്യതയില്ല. എന്തായാലും യുണൈറ്റഡ് ടോപ്പ് 4 കിട്ടും, ചാമ്പ്യൻസ് ലീഗിൽ ഉണ്ടാവും. വി മൂവ് ഓൺ ടു അനദർ റിസൾട്ട്. Villa West Ham, ഒന്നും പറയാനില്ല. West Ham were destined to lose, and it's a big win for Villa after the 3 consecutive losses. Big win for Villa. Discuss ചെയ്യാനുള്ള ടോപ്പിക് ന്യൂകാസിൽ സൺഡർലാൻഡ് ലാസ്റ്റ് പോവാം. Spurs Forest at home. So Villa, West Ham, Spurs, Forest രണ്ടും ഒരേ സമയത്ത് നടന്നുകൊണ്ട് ഗെയിം ആയിരുന്നു. രണ്ട് ഹോം ടീം ഫസ്റ്റ് ഹാഫ് they really played well again compared to those 4 teams. അവരവരുടെ ഇപ്പോഴത്തെ പൊസിഷൻ വെച്ചിട്ട് they really played well. ഡിഫറൻസ് എന്താ വെച്ചാൽ Villa took a lead. കിഡിലൻ സെറ്റ് പീസ് റൂട്ടീൻ ആയിരുന്നു. മെഗിൻ ഗോൾ അടിച്ചു. ടോട്ടൻഹാം did not do that. സെക്കൻഡ് ഹാഫിൽ കളി മാറി. സെക്കൻഡ് ഹാഫിൽ വെസ്റ്റ് ഹാം started playing but they were open. Spurs got tired. Yeah, same thing with Nottingham. Nottingham started playing, they scored. ഒരു ഗോള് കിട്ടി. നമ്മളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇപ്പൊ കോൺഫിഡൻസ് ഇല്ലായ്മ അതിന്റെ പീക്ക് ലെവലിലാണ് ടോട്ടനം ഉള്ളത്. ഒന്ന് കിട്ടി,
കഴിഞ്ഞു. അത് വേറെ ഒന്നും ചെയ്യണ്ടായിരുന്നു. പിന്നെ they got exposed really bad. എന്തായാലും റെലഗേഷൻ ബാറ്റിലാണ് എന്ന് ഏകദേശം ഉറപ്പായി ഈ സ്പേഴ്സ് അല്ലേ? ഗെയിമും നല്ലതല്ല ആക്ച്വലി. കണ്ടിന്യൂ ചെയ്യോ ഇല്ലയോ നോക്കണം, കാരണം പറയാൻ പറ്റില്ല. ഈ മേ ഗെറ്റ് സാക്ഡ് ഇൻ ദിസ് ഇന്റർനാഷണൽ ബ്രേക്ക്. അവർക്ക് ഇനി അവസാനത്തെ 3 കളി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവസാനത്തെ 3 ചെൽസില, വില്ല, there is Everton. I think there's one more big game for them. Chelsea. നമുക്ക് മിഡ് വീക്കിൽ ചെയ്യാം. മിഡ് വീക്കിൽ വിൽ ലുക്ക് അറ്റ് റെലഗേഷൻ ബാറ്റിൽ ആസ് വെൽ, ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട്. സോ ദെൻ ന്യൂകാസൽ സണ്ടർലാൻഡ് എന്താണ് ഡാബിയാണ്. നല്ല മാച്ച് ആയിരുന്നു. The battle of two halves. Newcastle really played well in the first half, took a lead. Sunderland even better played in the second half, scored 2. It's a weird season. നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ വെരി ഒരു 74 പോയിന്റ് 72 ഒക്കെയാണ് ടോപ്പ് 4 പൊതുവെ. ആൻഡ് ലീഗ് ഇസ് അറ്റ് 90 and 85 88. ഇത്തവണ 80 പോയിന്റ്സ് മതി തോന്നുന്നു ലീഗിൽ. അതും വേണ്ടി വരും തോന്നുന്നില്ല. എന്തായാലും ഈ മാച്ച് സണ്ടർലാൻഡിന്റെ ഫാൻസിന്റെ ഒരു ഇതായിരുന്നു. ന്യൂകാസിൽ ഫാൻസ് ഒക്കെ ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര ഹാപ്പി ഒക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് തീരാറായപ്പോഴേക്കും അവരുടെ ഫേസ് ഒക്കെ ഞാൻ പിന്നെയാണ് മാച്ച് കഴിഞ്ഞപ്പോഴാണ് അതിന്റെ സ്റ്റാറ്റ്സ് കാണിച്ചത്. കുറെ മാച്ചായിട്ട് സണ്ടർലാൻഡാണ് അതിൽ ലീഡ് ചെയ്യുന്നതെന്ന്. സണ്ടർലാൻഡ് ഈ സീസണിൽ വന്നുള്ളൂ. നമ്മള് ബാക്കിലേക്ക് നോക്കുമ്പോൾ ഇതിനു മുമ്പ് പ്രീമിയർ ലീഗിലോ ഉണ്ടായിരുന്ന സമയത്തൊക്കെ സണ്ടർലാൻഡ് എപ്പോഴും ഇതില് ഒരു മേൽക്കൈ ഉണ്ട് ന്യൂകാസിലിനെതിരെ. അത് എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നി. എന്തായാലും ഇതുപോലെയുള്ള ഡെർബി ഗെയിംസ് ഒക്കെ ആണ് പ്രീമിയർ ലീഗിനെ ഒരു സ്പെഷ്യൽ ആകുന്നത്. സണ്ടർലാൻഡ് ഈ സീസണിൽ വന്നപ്പോ തന്നെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത് പറഞ്ഞു, സണ്ടർലാൻഡിന്റെ ഫോം ഒക്കെ കണ്ടപ്പോ ഈ ഡെർബി നല്ല രസമുള്ള ഡെർബി ആയിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയായിരുന്നു ഫസ്റ്റ് മാച്ച്. ഇതില് തിരിച്ചു വന്ന് ജയിച്ചു. നല്ല കംബാക്ക് വിൻ ആയിരുന്നു. എന്തായാലും അതൊരു സ്പെഷ്യൽ ഗെയിം ആയിരുന്നു ഈ വീക്കില്. Okay, I think we discussed all topics. നമ്മൾ എന്തായാലും ഈ സീസണിന്റെ ഇനി വരാൻ പോകുന്ന എന്തൊക്കെയാണ് മാച്ചസ്, എന്തൊക്കെയാണ് വാട്ട് ആർ ദ സ്റ്റോറി ലൈൻസ്, ടോപ്പ് 4 ബാറ്റിൽ, ടൈറ്റിൽ ചാലഞ്ച്, റെലഗേഷൻ ബാറ്റിൽ, ഇതൊക്കെ we will discuss. And we'll also have Champions League അല്ലേ റൗണ്ട് അപ്പ് വേണം ചെയ്യാം. ഇനി ഏതൊക്കെ മാച്ച് ഹു ഓൾ വിൽ വിൻ ലൈവ് ചെയ്യാം. എന്നാൽ പിന്നെ എല്ലാവർക്കും ഇന്ററാക്ട് ചെയ്യാം. അത് ഡെഫിനറ്റ്ലി നമുക്ക് ലൈവ് പോവാം. ആ നേരത്ത് നമ്മളെ 1:30 ആയിരിക്കും. അറിയില്ല ഏർലി കിക്ക് ഓഫ്സ് ഉണ്ടാവോ എന്നറിയില്ല, നമുക്ക് നോക്കാം. ഏർലി കിക്ക് ഓഫ്സ് വേറെ മാച്ച് ഉണ്ടെങ്കിൽ നമുക്ക് പോവാല്ലേ. 12:30 ആയിരിക്കും. 12:30 കാരണം ഡേലൈറ്റ് സേവിംഗ് കഴിഞ്ഞു. അവിടെ സേവിംഗ് കഴിഞ്ഞു, മാറി. ഓക്കെ, ഇനി അത് നല്ലതായിരിക്കും. എന്തായാലും ഇന്റർനാഷണൽ ബ്രേക്കിലൊന്നും അങ്ങനെ ഫ്രണ്ട്ലീസ് അല്ലേ കൂടുതൽ, അതോ ക്വാളിഫയേഴ്സ് ഉണ്ടോ? സ്വീഡൻ has one, Italy has one. Playoff ഉണ്ട്. അത് ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ആയിരിക്കും. നോക്കാം. കിയസയ്ക്ക് എന്തായാലും കളിക്കാൻ പറ്റിയില്ല ഇറ്റലിയുടെ. അത് അങ്ങനെ ക്രൂഷ്യൽ ഗെയിംസ് ഒന്നും IPL ഒക്കെ തുടങ്ങാനായി എല്ലാവർക്കും തിരക്കാവും. അതെ, IPL തുടങ്ങുക, MLB തുടങ്ങുക തേഴ്സ്ഡേ അല്ലെ, ഓപ്പണിംഗ് ഡേ. ഫോർമുല 1 ബ്രേക്ക് എടുത്തു. ഫോർമുല 1 വരുന്നുണ്ട്. ഫോർമുല 1 ബ്രേക്ക് എടുക്കാൻ തുടങ്ങി. ഓക്കെ, സോ എന്താ ലിവർപൂൾ തോറ്റത് മോഡില്ല, പിന്നെ നമ്മൾ ചെയ്തു എന്നുള്ളൂ. ഇപ്പൊ ശീലയില്ലേ? I thought we would win, to be honest. നമ്മള് even when they scored, I thought we'll come back and you know, a 1-1 I thought we would somehow get a goal. Tough season, പക്ഷേ next 2 months can change a lot. One big performance, the FA Cupil varam, Champions Leagueil varam. Let's see. Alisson വീണ്ടും ഹെഡർ അടിക്കണല്ലേ? ആലിസൺ വീണ്ടും ഹെഡർ ഗോൾ അടിക്കണല്ലേ? തിരിച്ചു നമ്മുടെ കാര്യം പ്രീമിയർ ലീഗും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇപ്പൊ ഗബ്രിയേൽ ഇഞ്ചറി ആയി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇനി ആഴ്സണലിൽ വന്നു കഴിഞ്ഞാൽ Saliba is also injured, but he will return back after international.
മെയിൻ അറ്റാക്കിംഗ് പ്ലെയർ ആണ് ഗബ്രിയൽ ആർസണലിന്റെ. അതാണ്. അപ്പോ ടൈറ്റിൽ ചലഞ്ചും അല്ല ടൈറ്റിൽ ഫൈറ്റും നല്ലതായിരിക്കും ഇനി ഗബ്രിയൽ ഇല്ലാത്ത കാരണം. ലെറ്റ്സ് സീ. ഓക്കെ, വേറെന്താ? ഒന്നുമില്ല. ബൈ.